എവറി ചലഞ്ച് മേക്സ് മീ സ്ട്രോങ്ങർ. നമ്മളുടെ ഓരോ ചലഞ്ചും നമ്മളെ സ്ട്രോങ്ങർ ആക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ റെസലിയൻസിനോടാണ് നമ്മൾ നന്ദി പറയുന്നത്. വീണ്ടും ഉണർന്നെഴുന്നേൽക്കാനുള്ള ആ ഒരു ശക്തി നമ്മൾക്കില്ലേ, ആ ശക്തിയോട് നമുക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ നമസ്കാരം. 30 ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണിയിലെ 21ാമത്തെ ദിവസം ആയിരിക്കുകയാണ്. സ്ട്രോങ്ങർ ദാൻ യെസ്റ്റർഡേ. ഐ റൈസ്, ഐ ലേൺ, ഐ ഗ്രോ. കറക്റ്റ്. ഞാൻ വീണ്ടും വീണ്ടും എഴുന്നേൽക്കുന്നു. എന്തിനു വേണ്ടി? ഇന്നലത്തേക്കാൾ കൂടുതൽ സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടി, അല്ലേ? എല്ലാവർക്കും ഉണ്ടാവും കുറേ സെറ്റ് ബാക്കുകൾ ഉണ്ടാവും. ആരോട് ചോദിച്ചാലും എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ള ജീവിതമാണ് നമ്മുടെ മുമ്പിൽ അവർ തുറന്നു കാട്ടുന്നത്, അല്ലേ? വെല്ലുവിളികളെ കുറിച്ച് പറയും, അവർ വന്ന കഷ്ടപ്പാടുകളെ കുറിച്ച് പറയും. അതുപോലെ തന്നെ അവരുടെ ജീവിതം കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു, അവിടെ നിന്നാണ് അവർ മുകളിലെത്തിയത്. അങ്ങനെ കുറേ സെറ്റ് ബാക്കുകളെ കുറിച്ച് പറയും. പക്ഷെ അവിടെ നിന്നൊക്കെ നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണ്? എന്തു തന്നെ തോൽവികൾ ജീവിതത്തിൽ ഉണ്ടായാലും അവിടെ നിന്ന് ഉണർന്നെഴുന്നേൽക്കാനുള്ള ഊർജം നമ്മളിലുണ്ട് എന്നുള്ളതാണ്. നമ്മളൊരു ക്ലോക്കിന്റെ പെൻഡുലം ശ്രദ്ധിക്കൂ. അതുപോലെയല്ലേ ലൈഫും. അതായത് മേലേക്ക് പോകുന്നു, അതുപോലെ തന്നെ താഴത്തേക്ക് വന്നു, പിന്നെയും മേലേക്ക് പോകുന്നു, കുതിച്ചുയരുന്നു. ഇറ്റ്സ് ലൈക്ക് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവുന്നുണ്ട്, അല്ലേ? നമ്മുടെ ലൈഫിലോ ഒരേപോലെ നിലനിർത്താനായിട്ട് ഇറ്റ്സ് ഡിഫിക്കൽട്ട്, ബട്ട് വി ക്യാൻ ഡു. സ്ഥിരമായിട്ട് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്ന ആളുകളിൽ അവർക്ക് സെറ്റ് ബാക്കുകൾ ഇല്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചത്? അവർക്ക് തോൽവികൾ ഇല്ല എന്നാണോ? അല്ല, എല്ലാവരും തോൽവികളെ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് എങ്ങനെ വീണ്ടും വേറൊരു മനുഷ്യനായിട്ട് പുനർജീവിക്കാം, അല്ലെങ്കിൽ വീണ്ടും അതിൽ നിന്ന് ഉണർവ് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതിലാണ് കാര്യം. റെസിലിയൻസ് എന്നുള്ള വാക്ക് ആദ്യമായിട്ട് ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ റെസിലിയൻറ്റ് ആയിരിക്കുക എന്നുള്ളൊരു അവസ്ഥയെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് ഓക്കെ, ദിസ് ഈസ് മൈ റെസിലിയൻസ് എന്ന് മനസ്സിലായത്, അല്ലേ? ആണ്, അതെ, അങ്ങനെ തന്നെയാണ്. ഓരോരുത്തർക്കും അങ്ങനെ തന്നെയാണ്. എന്നിട്ട് ഓരോരുത്തർക്കും അവരുടെ കഥകളും അവർ താണ്ടിയ വഴികളും പറഞ്ഞ് നമുക്ക് കുറേ മോട്ടിവേഷൻ തരാറില്ലേ, നമ്മളെ ഇൻസ്പയർ ചെയ്യാറില്ലേ? അതെ, നമ്മൾ എന്തിനാണ് അവരൊക്കെ ഇൻസ്പയർ ചെയ്യുന്നത്? നമുക്കും കഴിയും എന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിക്കാനാണ്. തോറ്റു എന്ന് കരുതി, അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ അടുത്ത് നടന്നെത്തിയില്ല, നമ്മൾക്ക് ചുറ്റുമുള്ള ആളുകളെല്ലാം മുന്നിലേക്ക് പോയി എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കേണ്ട. നമ്മളുടെ ഉള്ളിൽ ദ റെസിലിയൻറ്റ് എനർജി, നമ്മുടെ ഉള്ളിൽ ആ പവർ ഉണ്ട്. ടുഡേ വി ആർ ഗോയിങ് ടു say thanks or express our gratitude to the resilient power in ourselves. Resilience is quite strength that help us rise every time life tries to knock us down. നമ്മുടെ ലൈഫ് എത്ര നമ്മളെ പുൾ ബാക്ക് ചെയ്തിട്ടുണ്ട്, ഇല്ലേ? ഒന്നാലോചിച്ച് നോക്കി, ഓരോ സമയത്തിലും ഉണ്ട്. എത്ര വലിയവനായാലും ഒരു സെറ്റ് ബാക്ക് പറയാൻ അയാളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. എനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഇതെല്ലാം അതിജീവിച്ചാണ് ഞാൻ മുന്നിലേക്ക് പോയതെന്ന് പറയാൻ എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കും കഥകൾ. ടുഡേ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ റെസിലിയൻസ്, മൈ സ്ട്രെങ്ത് വിത്തിൻ that helped me going no matter what challenge I face. Resilience is not about struggling, it's about finding the courage to rise again after every setback. I am thankful for difficult moments that taught me patience, perseverance, and inner strength. Every obstacle I have overcome has helped me grow wiser, stronger, and more confident in my ability to handle life's challenges. നമ്മളുടെ ലൈഫിൽ എത്ര എത്ര ചലഞ്ചസ് ഉണ്ടായിരുന്നു, അല്ലേ? ഓരോ കാലഘട്ടത്തിൽ നമുക്ക് ഇഷ്ടം പോലെ ചലഞ്ച് പറയാനുണ്ടാവും, തടസ്സങ്ങൾ പറയാനുണ്ടാവും. ടുഡേസ് അഫർമേഷൻ: ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ റെസിലിയൻസ്. എവറി ചലഞ്ച് ഐ ഓവർകം മേക്സ് മീ സ്ട്രോങ്ങർ, വൈസർ ആൻഡ് മോർ കോൺഫിഡൻറ്റ്. ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ള ആൾക്കാർക്ക് പറയാനുണ്ടാവും, ഇന്ന ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ച അത്ര എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയാനുണ്ടാവും. എന്നാലും ആ സെറ്റ് ബാക്കുകൾ നമ്മൾ മറികടന്ന് നമ്മൾ നേടും, നമ്മൾ വിജയം നേടിയിരിക്കും എന്നുള്ള മനസ്സിൻ്റെ പവറില്ലേ, ആ ഒരു പവറിനോട്, നമ്മളുടെ റെസിലിയൻസ് പവറിനോട് നമുക്ക് നന്ദി പറയാം. എങ്ങനെയാണ് നമ്മൾ ആ പവർ നേടിയെടുത്തത്? നമ്മൾ സ്ഥിരോത്സാഹം, പെർസീവറൻസ്, അല്ലേ?
സ്ഥിരോത്സാഹം, കഠിനാധ്വാനം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ആ പവർ നേടിയെടുത്തത്. വെറുതെ ഇരുന്നിട്ടും ആർക്കും ഒരു നേട്ടങ്ങളും ഉണ്ടായിട്ടില്ല. വീണ്ടും വീണ്ടും പരിശ്രമിക്കുക. വീണെടുത്തുനിന്ന് എണീക്കുന്ന കുട്ടികളെ കണ്ടിട്ടില്ലേ? ഒരു പ്രാവശ്യം ഒന്ന് എണീറ്റ് നിൽക്കാൻ ശ്രമിച്ചു. എത്ര പ്രാവശ്യം ആ കുട്ടി വീഴും. ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ഹി ട്രൈസ് ആൻഡ് ഗെറ്റ്സ് അപ്പ് വൺ ഡേ. ദ ഡേ ഹീ സ്റ്റുഡ് അപ്പ്. നമ്മൾ ഒരു അമ്മയായിരിക്കും ഒരു കുട്ടി വീണ് എണീറ്റ് നിൽക്കുന്ന ഒരു നിമിഷമില്ലേ നമുക്കൊരു ചാരിതാർത്ഥ്യം. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലും. നമ്മൾ തോറ്റ് തൊപ്പിയിട്ടിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് കിട്ടുന്ന ഒരു വിജയമുണ്ടല്ലോ, ആ വിജയത്തിന്റെ കൊടുമുടി നമ്മൾ കയറുമ്പോൾ നമ്മളുടെ റെസിലിയൻസ് പവറിനോട് നമ്മൾ നന്ദി പറയാം. നമ്മൾ പിടിച്ചു നിർത്തിയ ആ പവറില്ലേ, നിനക്ക് കഴിയുമെന്ന് നിന്റെ മനസ്സ് പറഞ്ഞ ആ പവർ, യു ക്യാൻ ഡു ദാറ്റ്, ആ പവറിനോട് നമുക്കിന്ന് നന്ദി പറയാം. അത് പറയേണ്ടത് തന്നെയാണ്. കാരണം ആ ഒരു പവറാണ് നമ്മളെ ഇവിടെ വരെ എത്തിച്ചത്. എൻ്റെ ലൈഫിലെ സെറ്റ് ബാക്സ് എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്. ഞാൻ എൻ്റെ ജോലി 3 തവണയായിട്ട് ഉപേക്ഷിക്കുമ്പോൾ ഇതൊരു ഈസി പ്രോസസ്സ് ആയിരുന്നില്ല. റിസൈനിങ് വൺ ജോബ് ആൻഡ് ഗോയിങ് ടു അനദർ പ്ലേസ്. Everybody thinks, okay, Jida, one day you resign the job and you are going to other place. No, it's not easy process. It was not easy process for me. ഞാൻ നല്ല രീതിയിൽ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഒരു പരിചയമില്ലാത്ത ജീവിത സാഹചര്യങ്ങളോട് മല്ലിടേണ്ടി വരും എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റായി പോകുന്നത്. അത് കഴിഞ്ഞ് അവിടെ ഒന്ന് ജോലി കിട്ടുമ്പോൾ അവിടെയും എനിക്ക് പല കാരണങ്ങൾ കൊണ്ട് ജോലി റിസൈൻ ചെയ്യേണ്ടി വരുന്നു. അതും കഴിഞ്ഞ് ഒരു 3 years കഴിഞ്ഞ് വേറൊരു ജോലിക്ക് പോകുമ്പോൾ അതിലും പ്രശ്നങ്ങൾ കൊണ്ട് റിസൈൻ ചെയ്യേണ്ടി വരുന്നു. ആൻഡ് ദ റിസൾട്ട് എന്ന് പറയുന്നത് അവിടെ യു ക്യാൻ ഡു ദിസ്, യു ക്യാൻ ഡു ദിസ് എന്നൊന്നും എൻ്റെ മനസ്സ് പറഞ്ഞില്ല. പിന്നെയും ഡിപ്രഷൻ, ആങ്സൈറ്റി, ഈ പ്രോബ്ലംസിലൊക്കെ പോയി. പിന്നെ അവിടെ നിൽക്കാട്ടെ ഈ എന്താ പറയുക, നമ്മൾ ഈ മലയുടെ ഇടയിൽ കൂടെ വരുന്ന വെള്ളമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്ട്രഗിൾ ദ വാട്ടർ കംസ് ഔട്ട് അല്ലേ, എന്ന് നമുക്ക് തെളിനീരായിട്ടുള്ള വെള്ളം കിട്ടും. അതുപോലെ ഐ ഫൗണ്ട് മൈ ഹാപ്പിനെസ് ഇൻ റൈറ്റിംഗ് പോയംസ്. അപ്പോൾ ഞാൻ അവിടെ എനിക്ക് ഹാപ്പിനെസ് തോന്നിയത് എൻ്റെ പാഷനിലാണ്. പോയംസ് എഴുതുക, കഥകൾ എഴുതുക. അപ്പം ഞാൻ എൻ്റെ ജീവിതം തന്നെ കഥയാക്കി മാറ്റിയപ്പോൾ അവിടെയും പ്രശ്നങ്ങളുണ്ടായി. കാരണം ഏതൊരു കഥാകൃത്താണ് കൂടുതൽ എന്താ പറയുക, ഒരു മിസ്റ്ററി വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്? ഉണ്ടായിരിക്കും, ധാരാളം മിസ്റ്ററി വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ സാധാരണ നിലയിൽ കഥ എഴുതാൻ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളും കഥാപാത്രങ്ങളായി വരികയും അല്ലെങ്കിൽ ചുറ്റുമുള്ള സിറ്റുവേഷൻസ് വരികയും ചെയ്യും. അത് പലരെയും ഹേർട്ട് ചെയ്യുന്ന തരത്തിലുമാവും. നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ടല്ല. അപ്പം അവിടെ വീണ്ടും സെറ്റ് ബാക്ക് വന്നു. കഥ എഴുതരുത്, കവിത എഴുതരുത് എന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഓർഡർ വന്നു. യു വിൽ നോട്ട് ടച്ച് ദ പേപ്പർ, യു വിൽ നോട്ട് ടച്ച് ദ പെൻ പറഞ്ഞിട്ട്. ദാറ്റ് വാസ് മോർ ദാൻ ലൈക്ക് ഐ കാൻ ബെയർ ദാറ്റ് മച്ച് ഹേർട്ട് എന്നുള്ള ലെവലിലെത്തി. കാരണം എൻ്റെ ആകെ ഒരു ആശ്രയം എന്ന് പറഞ്ഞാൽ ഈ കഥയും കവിതയും എഴുതല. അപ്പോൾ അത് പേൻ എടുക്കരുത്, പേപ്പർ എടുക്കരുത് എന്നുള്ള ഒരു സ്ട്രിക്റ്റ് ഓർഡർ വന്ന് വാട്ട് ഐ വിൽ ഡു. ഞാൻ വർഷങ്ങളായിട്ട് ശീലിച്ചാണ് കഥയും കവിത എഴുതല് എന്നുള്ളത്. പിന്നെ വീണ്ടും കരച്ചിലായി, പ്രശ്നങ്ങളായി. എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവുന്ന കാര്യങ്ങൾ വേറൊരു തരത്തിൽ വേറൊരാൾ വേറൊരു സന്ദർഭത്തിൽ അനുഭവിക്കുന്നു, അത്രേ ഉള്ളൂ. ഇപ്പം ഞാനിത് പറയുമ്പോൾ ഈസി ആയിട്ട് പറയുന്നു, പക്ഷെ അന്ന് എനിക്കത് പറയാനായിട്ട് ഉള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടായിട്ടുണ്ടാവില്ല. എല്ലാവരും അങ്ങനെയാണ്, സ്ട്രഗ്ലിങ് ഫേസിൽ ഡിഫിക്കൽട്ടാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ആശ്വാസം കണ്ടെത്തിയിരുന്ന കഥകളും കവിതകളും വൺസ് ലോകം കണ്ടപ്പോൾ അതിൽ നമുക്ക് പ്രൈസ് കിട്ടുന്നു, നമ്മൾ ഓതർ ഓഫ് ദി ഇയർ ആവുന്നു, ആൻഡ് പീപ്പിൾ റെക്കഗ്നൈസസ് എന്നുള്ള സിറ്റുവേഷൻ, പീപ്പിൾ റെക്കഗ്നൈസ്ഡ് മീ എന്നുള്ളൊരു സിറ്റുവേഷൻ വന്ന് ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങി. അപ്പോൾ അവിടെ നിന്നാണ് വൈ കാൻ യു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ യൂട്യൂബ് ചാനൽ, ആ റെസിലിയൻസ് വന്നിട്ടുള്ള ആ ഒരു പവർ ഉണ്ടല്ലോ, പെർസീവറൻസ്, അതിൽ നിന്നാണ് ഈ ഒരു ചാനലിൻ്റെ ഉത്ഭവം തന്നെ വരുന്നത്. ചാനൽ തുടങ്ങിയപ്പോഴോ അതിലും കുറേ സെറ്റ് ബാക്സുകൾ, അതിലും കുറേ പ്രശ്നങ്ങൾ. ഞാൻ മുമ്പ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ചാനൽ ഞാൻ ഹൈഡ് ചെയ്യാൻ തീരുമാനിച്ചതും അവിടെ നിന്ന് വീണ്ടും 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 ഞാൻ പറയില്ലേ, ക്ലോക്കിൻ്റെ പെൻഡുലം പോലെ ലോ ഓഫ് റിഥം എന്ന് ഞാൻ ഇന്ന് കേട്ടേ ഉള്ളൂ. അത്തരം ഒരു ലോനെ കുറിച്ച്, ലോ ഓഫ് അട്രാക്ഷനിൽ ഒരു ലോ ആണ് അത്ര, ലോ ഓഫ് റിഥം. അതായത് നമുക്ക് സെറ്റ് ബാക്സുകൾ ഉണ്ടാവും, അത് യൂണിവേഴ്സൽ ലോ ആണ്. അവിടെ നിന്ന് നമ്മൾ വീണ്ടും കുതിച്ച് നമ്മൾ അംഗീകാരത്തിൻ്റെ ഉയർച്ചയുടെ കൊടുമുടിയിലേക്ക് പോവും, പിന്നെയും ബാക്ക് വരും, പിന്നെയും മേലേക്കും. ലൈഫ് ഈസ് ലൈക്ക് ദാറ്റ്. സോ സെറ്റ് ബാക്കുകൾ ഉണ്ടായിന്ന് വെച്ച് വിഷമിക്കേണ്ട. യു ഹാവ് ദ പവർ ഓഫ് റെസിലിയൻസ്. ഹൗ, എങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത്? നമ്മുടെ സ്ഥിരോത്സാഹവും കഠിനമായ പരിശ്രമം കൊണ്ടും
ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, 4 വർഷമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. 4 വർഷം കൊണ്ട് 4000 പേര് എന്നെ കേൾക്കുന്നുണ്ട്. സോ ഞാനൊരു റൂമിൽ ഇരുന്ന് പഠിപ്പിക്കുമ്പോൾ ഞാൻ വൺ ഡേ ഞാൻ ഒരു പക്ഷെ ഒരു 10-20 ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരു 200 പേര് കേൾക്കുന്നു വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു 500 പേര് കേൾക്കുന്നു വിചാരിക്കാം. പക്ഷെ അതിലും കൂടുതൽ ആളുകൾ എന്നെ കേൾക്കുന്നുണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ എന്ന് എനിക്കറിയാം. സോ ഐ എം സോ ഹാപ്പി ടു ബി ഹിയർ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസ്ലിയൻ സ്റ്റോറീസ് പറയാനുണ്ടാവും. ഇന്നത്തെ റിഫ്ലക്ഷൻ ക്വസ്റ്റ്യൻ കേട്ടാലോ? വാട്ട് ചലഞ്ച് ഹാവ് ഐ ഓവർകം ദാറ്റ് മേക്സ് മീ പ്രൗഡ്? ഏത് ചലഞ്ചാണ് ഞാൻ ഓവർകം ചെയ്തത് എന്നെ പ്രൗഡാക്കിയതിൽ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏത് ചലഞ്ച് ഫേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഏറ്റവും ഉയർച്ചയിലെത്തിയിട്ട് നിങ്ങൾ പ്രൗഡ് മൊമെൻറ്റ്, നിങ്ങൾ അഭിമാനത്തോടെ തല ഉയർത്തി നിന്ന നിമിഷം ഏതാണ്? ആലോചിച്ച് നോക്കൂ. ഹൗ ഹാസ് റെസിലിയൻസ് ഹെൽപ്പ് മീ ഗ്രോ ആസ് എ പേഴ്സൺ? ഞാൻ ഉയർത്തെഴുന്നേൽക്കാനുള്ള ആ ഒരു ശക്തി എന്നിലേക്ക് വന്നപ്പോൾ എങ്ങനെയാണ് ഞാൻ എന്ന വ്യക്തിയെ രൂപപ്പെടുത്തിയെടുത്തത്? എൻ്റെ വ്യക്തിത്വ വികാസത്തിന് എങ്ങനെ സഹായിച്ചു? വാട്ട് സ്ട്രെങ്ത്സ് ഐ ഡിസ്കവർഡ് ത്രൂ ഡിഫിക്കൽട്ട് ടൈംസ്? എന്തൊക്കെ ശക്തികളാണ് എൻ്റെ ഡിഫിക്കൽട്ട് ടൈംസിൽ ഞാൻ ഡിസ്കവർ ചെയ്തത്, ഞാൻ കണ്ടുപിടിച്ചത്, എന്നിലുണ്ടെന്ന് കണ്ടുപിടിച്ചത്? ഹൗ ക്യാൻ ഐ ട്രസ്റ്റ് മൈ സെൽഫ് മോർ ദാൻ ഫേസിങ് ഫ്യൂച്ചർ ചലഞ്ചസ്? ലൈക്ക് ഞാൻ ഫ്യൂച്ചർ ചലഞ്ചസ് ഫേസ് ചെയ്യുമ്പോൾ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നിൽ ട്രസ്റ്റ് ചെയ്യേണ്ടത്? വാട്ട് ഡസ് റെസിലിയൻസ് മീൻ ടു മീ ടുഡേ? ഇന്ന് ഞാൻ റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് കരുതുന്നത്? എൻ്റെ ഉള്ളിലുള്ള ശക്തി എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. എന്തു തന്നെ സെറ്റ് ബാക്സുകൾ ഉണ്ടായാലും ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഐ എം താങ്ക്ഫുൾ ഫോർ ദ ഡിഫിക്കൽട്ട് മൊമെന്റ് ദാറ്റ് ടോട്ട് മീ പേഷ്യൻസ്, പെർസിവറൻസ് ആൻഡ് ഇന്നർ സ്ട്രെങ്ത്. ദർ വർ ടൈംസ് വെൻ ഐ ഫെൽറ്റ് അൺസർട്ടൈൻ. ചിലപ്പോൾ നമുക്കൊരു ധാരണ ഉണ്ടാവില്ല ജീവിതം എങ്ങനെ പോണു, ലൈഫ് എങ്ങോട്ട് പോകണം എന്നുള്ളത്. ആൻഡ് ടോട്ടലി ഡിസ്കറേജ്ഡ് ആയിരിക്കും ആൻഡ് ഓവർവെൽംഡ്, യെറ്റ് ഐ കണ്ടിന്യൂ മൂവിങ് ഫോർവേഡ്. എന്നാലും ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ലുക്കിംഗ് ബാക്ക് ഐ റിയലൈസ് ദാറ്റ് മൈ റെസിലിയൻസ് ക്യാരിഡ് മീ ത്രൂ ദോസ് മൊമെന്റ്സ് ആൻഡ് ഹെൽപ്പ് മീ ബിക്കം എ പേഴ്സൺ ഐ ആം ടുഡേ. പുറകിലേക്ക് നോക്കുമ്പോൾ ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ എന്തൊക്കെയാണ് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്. ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ എബിലിറ്റി ടു അഡാപ്റ്റ്, ലേൺ, കീപ് ഹോപ്പ് അലൈവ് ഈവൻ വെൻ ഡ്യൂറിങ് ഡിഫിക്കൽട്ട് ടൈംസ്. ഏതൊരു സാഹചര്യത്തിലോടും പൊരുത്തപ്പെട്ടു പോകാനുള്ള എൻ്റെ കഴിവിനോട് ഞാൻ നന്ദി പറയുന്നു. ഈച്ച് ചലഞ്ച് ഹാസ് റിവീൽഡ് സ്ട്രെങ്ത്സ് ഐ നെവർ ന്യൂ ഐ possessed, റിമൈൻഡഡ് മീ ദാറ്റ് ഐ ആം capable ഓഫ് മോർ ദാൻ ഐ ഓഫൺ ബിലീവ്. എനിക്ക് കഴിയും, ഞാൻ വിചാരിച്ചേക്കാൾ കൂടുതൽ എനിക്ക് ശക്തിയുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞ ഓരോ നിമിഷത്തിനും ഞാൻ നന്ദി പറയുന്നു. ടുഡേ ഐ ചൂസ് ടു സെലിബ്രേറ്റ് മൈ റെസിലിയൻസ് ആൻഡ് ട്രസ്റ്റ് ഇൻ മൈ എബിലിറ്റി ടു ഫേസ് വാട്ട് എവർ കംസ് നെക്സ്റ്റ്. ഐ എം പ്രൗഡ് ഓഫ് ഹൗ ഫാർ ഐ ഹാവ് കം ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ ദ സ്ട്രെങ്ത് ദാറ്റ് കണ്ടിന്യൂസ് ടു ഗൈഡ് മീ ഫോർവേഡ്. എൻ്റെ മുന്നിലേക്ക് നയിക്കുന്ന ആ ശക്തിയിലെ ആ സ്ട്രെങ്ത്തിനോട് ഞാൻ നന്ദി പറയുന്നു. ഞാൻ അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. അപ്പോൾ എൻ്റെ പിന്നിട്ട വഴികളും എന്നെ കരുത്തുള്ളവളാക്കി മുന്നോട്ട് പോയ വഴികളും ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട്, ഞാൻ നന്ദിയുള്ളവളായിക്കൊണ്ട് വീണ്ടും വീണ്ടും നല്ല ശക്തിയോടുകൂടി, ഇന്നർ സ്ട്രെങ്ത്തോടുകൂടി മുന്നോട്ട് പോകുമെന്ന ഉറച്ച തീരുമാനത്തിൽ നാം ഓരോരുത്തരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. സോ ഇന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും ഇന്നർ സ്ട്രെങ്ത് ഉള്ളവരായി മുന്നോട്ട് പോകണം. നമ്മൾ ഇപ്പോഴുള്ള നമ്മുടെ റെസിലിയൻസ് പവറിനോട് നന്ദി പറയുമ്പോൾ കൂടുതൽ കൂടുതൽ നമ്മളെ ശക്തരാക്കാൻ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ. നാളെ പുതിയൊരു ടോപ്പിക്കുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരാം. നന്ദി, നമസ്കാരം. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.